അവിയലിൻ്റെ കഷ്ണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അവിയലിൻ്റെ കഷ്ണം നല്ല രീതിയിൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിയുന്ന രീതി അതൊരു ഇഞ്ച് വലിപ്പത്തിൽ നൈസായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിൽ വെള്ളം ഓൾറെഡി പച്ചക്കറിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് ഇതിനെ കുഴയ്ക്കണ്ട. മറ്റേ ചേന വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ള കഷ്ണങ്ങളൊക്കെ വെന്തുന്നത് അല്ല ഉലിക്കും സംഗതി ഒരു ഒറ്റടി കുക്കറിലിട്ട് പടച്ചു കഴിഞ്ഞാൽ സംഭവം. പക്ഷേ ചേനകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഈ ചേനയുടെ തൊലിയുണ്ട്, അത് ഞാൻ കളയുള്ളൂ. ചേന വന്നിട്ടില്ല കേട്ടോ. ചേന കുറച്ചും കൂടി വേവുള്ളൂ. അതുകൂടി വേവ് സെറ്റ് കഴിഞ്ഞാൽ അവിയലിൻ്റെ പരിപാടി സെറ്റപ്പ് ആയിട്ടോ. അപ്പോൾ വേവിക്കണ്ട. അയ്യോ ചൂട് ഇത് ഒരുവിധമായിട്ടോ. വെള്ളമൊക്കെ പറ്റി സെറ്റപ്പ് ആയിട്ടാ. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം. ഇതിൽ കുറച്ച് നാളികേരം, കരിവേപ്പില, വേണമെങ്കിൽ പച്ചമുളക് ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാളികേരം ചിരകിയതാണ് കേട്ടോ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ തിരുമ്പി. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ കേട്ടോ. നമ്മളിതിൽ കുറച്ച് ഒഴിക്കില്ല കേട്ടോ. കുറച്ച് ഒഴിക്കുള്ളൂ, കുറച്ച് മതി, അധികം വേണ്ട. എന്നാൽ തരുമോ സുന എടുത്ത് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കുക തമാശയ്ക്ക്. ജസ്റ്റ് ഇളക്കാൻ പാടുള്ളൂ, ഇത് തിളപ്പിക്കാൻ പാടില്ലേ. അത് വേണ്ടേ നമ്മുടെ ഈ സാധനം നാളികേരം സംഭവങ്ങൾ അതിലേക്ക് പതുക്കാനാണ് സപ്പ്. എന്നിട്ടൊന്ന് ഒരിളക്കാം. എന്നിട്ടൊന്ന് ആവി വരണം കേട്ടോ. ഗ്ലാസ് ആവി നമ്മളെ പറയണമെന്നുണ്ടാണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കൂ ഞാൻ മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ. അപ്പം ജസ്റ്റ് ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ദേഷ്യപ്പെട്ടോട്ടോ. ദേഷ്യപ്പെട്ടാലും അവിൽ നന്നാവും. ഇതില്ല പരിപ്പിടുന്നു. ദൈവത്തിന് അറിയാൻ എന്താവും. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക. ഒന്ന് പുക തട്ടി പുകച്ചാൽ മതി, കൂടുതലൊന്നും ആവണ്ട. ഫ്ലാഷ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതിനാണ് കിടന്നുകൂടെ അരിയിൽ വെച്ചിട്ടാണ്. പല രീതിയിൽ വയ്ക്കാം, അതിലൊരു രീതിയാണ്. പിന്നെ ആർഭാടായിട്ട് വയ്ക്കാം, അങ്ങനെയും വയ്ക്കാം. ആർഭാടം ഇല്ലാണ്ടും വയ്ക്കാം. എന്നുവെച്ചാൽ സദ്യ സ്റ്റൈലിൽ ആയിട്ട് വയ്ക്കാം, വെള്ളം ഒഴിച്ചിട്ടുള്ള സംഭവമായിട്ട് വയ്ക്കാം. അങ്ങനെ പല രീതിയിൽ ഇത് അവിയലിൽ നിന്നും സംഭവം ഉണ്ടാക്കണം. ദൈവമേ ഇതെന്തായി തീരുന്നു എനിക്കറിഞ്ഞില്ല. ഇഷ്ടം പറയാൻ മാത്രമായിട്ട് ഇതിനിപ്പോൾ കൂട്ടാൻ വേണ്ട സംഭവം. അവിയൽ പയറ് ഉപ്പേരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പയറിൻ്റെ വള്ളിപ്പയറില്ലേ, ഈ പട്ടച്ചോ കൊണ്ട് ഒന്ന് ഇതൊന്ന് പോകഞ്ഞു പറ്റട്ടോ. അപ്പം സെറ്റ്. ആവശ്യമുള്ളത് അവിടെ വെക്കി. കഷ്ണം ആവശ്യമില്ല. സാമ്പാർ കഷ്ണങ്ങൾ കണ്ട വേലി. എത്ര കുമ്പളങ്ങ? ഒരു കഷ്ണം കുമ്പളങ്ങി ഒരു മാങ്ങി അരിഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഈ കോൾഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കാം. ഇത് എൻ്റെ വീട്ടുകാർ സംഭവം നമ്മുടെ സെറ്റപ്പ് ആയിട്ട് അവിയൽ പരിവായിണ്ട്. ഒരു ടേസ്റ്റ് നമ്മൾ അങ്ങനെ ഒന്നുമില്ല. ഒരു കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചാൽ അത് സെറ്റപ്പ് ആവും. അയ്യോ പച്ചവെളിച്ചെണ്ണ എവിടെ വെച്ചത്? പിന്നെ മുകളിക്കടേ ഇതിങ്ങനെ ടടാടാന്ന് പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂ. കൈവിരല് നമ്മൾ കടിച്ചില്ല. അത്ര ടേസ്റ്റ് അത് ഉണ്ടോ പരിപാടി. ഞാൻ ടേസ്റ്റ് നോക്കണില്ല. പൊരിക്കുന്നു. ചോറ് തികയാണ്ട് വരും.
ഒരു തരി ചോറ് തയ്യാണ്ട് വരും. ആകെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കുക്കിങ് അവിയൽ ഉണ്ടാക്കണ പരിപാടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പയറ് തോരനാണ്. എടാ പയറാണ്. പയർ കുത്തിച്ചതക്കുക എന്നുള്ള ഒരു പരിപാടി. നാളേരിടില്ല കേട്ടോ അതില്. അതിലില്ല, അറിയില്ല എന്നോട് നാളേരിടുന്നു. എന്റെ വെപ്പില് അങ്ങനെ ഒരു വെപ്പുണ്ടോ? നിങ്ങൾക്കറിയോ അങ്ങനെ ഒരു വെപ്പുണ്ടെങ്കിൽ? എനിക്കറിയില്ല. ഒരു പാത്രം എടുത്ത് കലിക അങ്ങനത്തെ പാത്രം എടുത്ത് ഇതിലുണ്ടാവും. പാത്രം തന്നെ അങ്ങനത്തെ ഉണ്ടോ? ഇത് പകർത്തി വയ്ക്കാനേ. ഗൈസ് നിങ്ങൾ കാണണം, എന്നോട് പോയി പാത്രം എടുത്തിട്ട് വരാം. നിങ്ങൾ കാണണ്ടത് കുംഭകർണി നിൽക്കണ്ടില്ലേ? എന്നെ വേല പഠിപ്പിക്കുന്നു. ഒരു നാളികേരം കയറി വെച്ചിട്ട് ഉള്ള പരിപാടിയാണ്. നിങ്ങൾ കാണണം. അത് പറഞ്ഞപ്പോൾ പോയി നാളെ പാത്രം എടുക്കും. എന്തെല്ലാം കാണണം. ശംഭോ മഹാദേവ. അത്രയുള്ള പരിപാടി. കേടുവരിയത് പെട്ടെന്ന് കുഞ്ഞുണ്ടോ? നമ്മുടെ അവിയല് ഒന്നര അവിയൽ. പക്ഷെ ഇതിനെ മറ്റേ സദ്യയുടെ ടേസ്റ്റിലെല്ലാം ഉണ്ടാക്കുന്നത്. പെട്ടെന്നുള്ള ഒരു അവിയല് വെക്കലാണ്. കഷ്ണമൊക്കെ വെന്തുണ്ടാവും പ്രതീക്ഷിക്കുന്നു. കഴിക്കുന്നവര് പറയും എന്തില്ലേ കഷ്ണം വെന്തില്ലേ. ഉണ്ടോ? സെറ്റപ്പായില്ലേ? അത്രേ ഉള്ളോ.